പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിലും ഇന്ന് കോൺഗ്രസിന്റെ ജനകീയ പ്രതിഷേധ സദസ്സ്. പ്രതിഷേധത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂർ കുന്നംകുളം പോലീസ് സ്റ്റേഷന് മുന്നിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നിർവഹിക്കും. സലീം മാലിക് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സലീം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടരുന്ന പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇന്നത് സംസ്ഥാന വ്യാപകമായി തന്നെ പോലീസ് സ്റ്റേഷനുകൾക്ക് മുമ്പിൽ വലിയ പ്രതിഷേധത്തിലേക്ക്, ഈ കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട് അതൊരു വലിയ രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്തി ഈ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മുദ്രാവാക്യമുയർത്തി വലിയ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നു. വിവരങ്ങൾ സലീം മാലിക്. സ്മിത, റിജിത്ത്, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്ത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള വിവിധ വിഷയങ്ങൾ കയ്യിലുള്ള സമയത്തായിരുന്നു കോൺഗ്രസ് സ്വയം പ്രതിരോധത്തിലേക്ക് പോയത്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലായാലും ശരി, അതിന് പിന്നാലെ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളിലായാലും ശരി, സ്വയം പ്രതിരോധത്തിലേക്ക് പോയ കോൺഗ്രസ് വീണ്ടും സമരത്തിലേക്ക് തിരികെ വരുന്നു എന്നുള്ളതാണ്. KPCC ഔദ്യോഗികമായി തന്നെ ഒരു സമരപരിപാടിയുമായി മുന്നോട്ട് പോവുകയാണ്. അതിൽ തന്നെ സർക്കാരിനെതിരായ ഏറ്റവും വലിയ ക്യാമ്പയിനായി KPCC ഉദ്ദേശിക്കുന്നത് സമീപകാലത്തുണ്ടായ പോലീസ് അതിക്രമങ്ങളാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകൾ മുൻപിലേക്കും സമരം നടത്തുക എന്നുള്ളതാണ് ഇന്നത്തെ തീരുമാനം. അതിന്റെ ഭാഗമായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇന്ന് തൃശൂർ കുന്നംകുളം പോലീസ് സ്റ്റേഷന് മുൻപിൽ സമരത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്ക് മുൻപിലും സമരമുണ്ട്. രമേശ് ചെന്നിത്തല കിളിമാനൂരിലെയും ഒപ്പം തന്നെ K മുരളീധരൻ വെഞ്ഞാറമൂട്ടിലെയും പോലീസ് സ്റ്റേഷനുകൾക്ക് മുൻപിൽ സമരങ്ങൾ ഉദ്ഘാടനം ചെയ്യും. അങ്ങനെ സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിലെ സമരങ്ങളുമായി സജീവമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിലവിലെ തീരുമാനം. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും സമരവുമായി പോകുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിന്റെ കൂടുതൽ കണക്കുകൾ ശേഖരിക്കാൻ കൂടി കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. സമാനമായി VS സുജിത്തിന് സമാനമായി പലയിടങ്ങളിലും കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ സ്റ്റേഷനുള്ളിൽ മർദ്ദനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ കണക്ക് കൂട്ടൽ. അത്തരത്തിലുള്ള അക്രമത്തിന് ഇരയായവരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഇരയായവരിൽ നിന്ന് തന്നെ വിവരാവകാശ നിയമം ഉപയോഗിച്ച് പോലീസിനെതിരെ CCTV ദൃശ്യങ്ങൾ സംഘടിപ്പിക്കാനാണ് നിലവിൽ കോൺഗ്രസ് ശ്രമിക്കുന്നത്. അതിനുശേഷം ആ CCTV ദൃശ്യങ്ങളുമായി വീണ്ടും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക എന്നുള്ളതാണ് നിലവിലെ ലക്ഷ്യം. പാർട്ടിക്കാരല്ലാത്തവരും പോലീസിന്റെ ഈ മൂന്നാം മുറയ്ക്ക് ഇരയായിട്ടുണ്ട് എന്നും കോൺഗ്രസ് കണക്ക് കൂട്ടുന്നുണ്ട്. അത്തരക്കാർക്കും നിയമസഹായം നൽകാനുള്ള ആലോചനയും കോൺഗ്രസിനുണ്ട്. ആ നിലയിലാണ് ഇപ്പോൾ ഈ സമരത്തിലേക്ക് കൂടി കടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയമുണ്ടായി ഏറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും VS സുജിത്തിനെ പ്രധാനപ്പെട്ട നേതാക്കൾ സന്ദർശിച്ചതിനപ്പുറത്തേക്ക് ഒരു സമരത്തിലേക്ക് കടക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നില്ല. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് ഒരു സമരം സംഘടിപ്പിക്കാനും കഴിഞ്ഞിട്ടില്ല. നിലവിൽ സംസ്ഥാന അധ്യക്ഷൻ ഇല്ലാത്തതിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ കമ്മിറ്റികളായിരുന്നു ആ വിഷയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമരം സംഘടിപ്പിച്ചത്. ഈ സെക്രട്ടേറിയറ്റിന് മുൻപിലേക്കും ഒപ്പം തന്നെ ഈ ഇതിൽ ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ വീടുകൾക്ക് മുന്നിലേക്കും അതത് ജില്ലാ കമ്മിറ്റികളുടെ സമരം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഔദ്യോഗികമായി KPCC വിവിധ സ്റ്റേഷനുകളിൽ മർദ്ദനത്തിന് ഇരയായവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക, അതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ നിരത്തി വലിയ രീതിയിലുള്ള ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് കോൺഗ്രസ്. സലിം മാലിക്കാണ് വിവരങ്ങളുമായി ചേർന്നത്.